പരിശുദ്ധമായ റമദാനിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ കഴിഞ്ഞു പോയി. റഹ്മത്തിന്റെ 10 കഴിഞ്ഞു, മഗ്ഫിറത്തിന്റെ 10 കഴിഞ്ഞു. ഇനിതാ ഇത്തുക്കുമിന്നാലിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ അടക്കമുള്ള ഇസ്രായേലിന്റെ പല ഭാഗങ്ങളും കത്തിച്ചാമ്പലായി കൊണ്ടിരിക്കുകയാണ്, നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ എല്ലാ യുദ്ധ സാമഗ്രികളും മറ്റു വ്യത്യസ്തമായ രാജ്യങ്ങളുടെ അവിടെ എല്ലാ യുദ്ധ താവളങ്ങളും ഒക്കെ ആക്രമിക്കും. 30 നാളിലെ നോമ്പിൻ പോരിശ കഥയിലെങ്ങും ഒതുങ്ങൂല, മുത്ത് റസൂലെന്ന് പാതിരാവിലും മുസല്ല വിട്ടിറങ്ങിയിട്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹബീബിങ്ങളെ, എല്ലാവർക്കും സുഖല്ലേ? എല്ലാവർക്കും സുഖവും സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകൾ നിങ്ങളിലേക്ക് ഇട്ടുതരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. പരിശുദ്ധമായ റമദാൻ മാസം ഏകദേശം 20 നമ്മിൽ നിന്ന് പൂർത്തിയാവുകയാണ്. ഇന്നത്തോടുകൂടെ ഇനി കേവലം 9-10 ദിവസങ്ങൾ കൂടിയാണ് റമദാൻ നമ്മുടെ മുമ്പിലുള്ളത്. 20 തറാവീഹ് പൂർത്തിയായി. അവസാനത്തെ 10ലേക്ക് നാം എത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 20 ദിനങ്ങൾ പരിശുദ്ധമായ റമദാനിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ കഴിഞ്ഞു പോയി. റഹ്മത്തിന്റെ 10 കഴിഞ്ഞു, മഗ്ഫിറത്തിന്റെ 10 കഴിഞ്ഞു. ഇനിതാ ഇത്തുക്കുമിന്നാലിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ കഴിഞ്ഞ 20 ദിനങ്ങളിൽ നാം എന്ത് നേടി? ഒന്നൊന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണ്. നമുക്കറിയാം, ഇസ്രായേൽ അതുപോലെ തന്നെ അമേരിക്ക ഇറാൻ യുദ്ധം ഓരോ വാർത്താ ചാനലുകളിൽ ലക്ഷക്കണക്കിന് വ്യൂസാണ് വരുന്നത്. ഇസ്രായേലിനെ അനുകൂലിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ അവതരിപ്പിക്കുന്ന ഒട്ടനവധി ചാനലുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇറാൻ അനുകൂലിക്കുന്ന വാർത്തകൾ അവതരിപ്പിക്കുന്ന ഒട്ടനവധി ചാനലുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിലൊക്കെ അതിൻ്റെതായ ആളുകൾ നിരന്തരം നമുക്ക് അതിനൊക്കെ ഫോളോ ചെയ്ത് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇസ്രായേൽ ഏകദേശം ഇറാന്റെ പല ഭാഗങ്ങളും ബോംബിട്ട് നശിപ്പിച്ചിരിക്കുകയാണ്. ഇറാൻ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഒരു ഭാഗത്ത് വാർത്ത വായിക്കുമ്പോൾ, മറ്റൊരു ഭാഗത്ത് ടെൽ അവീവ് അടക്കമുള്ള ഇസ്രായേലിന്റെ പല ഭാഗങ്ങളും കത്തിച്ചാമ്പലായി കൊണ്ടിരിക്കുകയാണ്, നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുമ്പോൾ, മറ്റൊരു ഭാഗത്ത് അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ എല്ലാ യുദ്ധ സാമഗ്രികളും മറ്റു വ്യത്യസ്തമായ രാജ്യങ്ങളുടെ അവിടെ എല്ലാ യുദ്ധ താവളങ്ങളും ഒക്കെ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ എബ്രഹാം ലിങ്കൺ എന്ന പേര് കേട്ട നാവിക കപ്പലിന്റെ ഒരു അഡ്രസ് പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തര വാർത്തകൾ നമ്മൾ കണ്ടും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സമയം മുഴുവൻ അതിന്റെ പിന്നെ നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് വേൾഡ് 2020 കപ്പ് നടന്നുകൊണ്ടിരുന്നു. ഈ പരിശുദ്ധമായ റമദാൻ നമ്മുടെ ചെറുപ്പം മുതൽ ഒരുപാട് ആളുകൾ, നമ്മുടെ ചെറുപ്പക്കാർ മുഴുവനും അതിന്റെ പിന്നാലെ പോയി. പരിശുദ്ധമായ റമദാന്റെ തറാവീഹ് ഒന്നുപോലും നിസ്കരിക്കാതെ മുഴുവനായിട്ട് ആ കളിയുടെ പിന്നാലെ നമ്മൾ സമയം ചെലവഴിച്ചു. അതുപോലെ മറ്റൊരു ടീം പോയത് എപ്സ്റ്റീന്റെ പിന്നാലെയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രഗത്ഭരായ ആളുകൾ അദ്ദേഹത്തിന്റെ ദ്വീപിലെത്തുകയും അവിടെയുള്ള ആഘോഷങ്ങളിലും ഒട്ടനവധി പരിപാടികളൊക്കെ പങ്കെടുത്ത് നിരന്തരം അതിന്റെയൊക്കെ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പിന്നാലെ പോയി സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ റമദാൻ 30 നാളിലെ നോമ്പിൻ പോരിശ കഥയിലെങ്ങും ഒതുങ്ങൂല, 30 നാളിലെ നോമ്പിൻ പോരിശ കഥയിലെങ്ങും ഒതുങ്ങൂല, മുത്ത് റസൂലെന്ന് പാതിരാവിലും മുസല്ല വിട്ടിറങ്ങിയിട്ടില്ല, മുത്ത് റസൂലെന്ന് പാതിരാവിലും മുസല്ല വിട്ടിറങ്ങിയിട്ടില്ല, കാറ്റും കുഴിലും തഹ്ലീലോതി പാരിൽ ചുറ്റണ മധുമാസം, കാലത്തിന്റെ പാപം കഴുകാൻ പടപ്പിനായി റമദാൻ മാസം. ജീവിതത്തിൽ ചെയ്തു കൂട്ടി ഒട്ടനവധി തെറ്റുകളൊക്കെ കൈ കളയാൻ പരിശുദ്ധമായ റമദാൻ മാസം നൽകിയിട്ട് ഈ റമദാൻ ഒട്ടനവധി യുദ്ധങ്ങളുടെയും ഇതുപോലത്തെ ഓരോ ചിന്തകളുടെയും കളികളുടെയും ഒക്കെ പിന്നാലെ പോയിക്കൊണ്ട് എത്രയോ ദിവസങ്ങൾ നമ്മൾ ചെലവഴിച്ചു. ഇനി അവസാനത്തെ 10 അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മുണ്ടൊക്കെ മുറുകെ എടുത്തുകൊണ്ട് പള്ളിയിൽ ഇത്തികാഫിരിക്കാൻ, ഖുർആൻ ഓതാൻ, നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായി തന്റെ സമയങ്ങൾ മുഴുവനും മാറ്റിവെച്ച അവസാനത്തെ 10ലേക്കാണ് പോകുന്നത്. മുത്ത് റസൂലെന്ന് പാതിരാവിലും മുസല്ല വിട്ടിറങ്ങിയിട്ടില്ല.
ലോകം പടക്കാൻ കാരണക്കാരനായ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ രീതിയിൽ റമദാൻ ഉപയോഗപ്പെടുത്തിയെങ്കിൽ അവിടുത്തെ ഉമ്മത്തായ നമ്മൾ എത്രത്തോളം റമദാനിന് മുഖവിലക്ക് എടുക്കണം. പരിശുദ്ധമായ റമദാനിനെ യാതൊരു വിധയും കൽപ്പിക്കാത്ത രീതിയിലാണ് നമ്മുടെ ചെറുപ്പം മുതൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു തറാവീഹ് പോലും നിസ്കരിക്കാതെ, നോമ്പ് കൃത്യമായി അനുഷ്ഠിക്കാതെ അവർക്ക് തോന്നുന്ന രീതിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്നോടാണ് പറയുന്നത്. എന്റെ സ്നേഹമുള്ള കൂട്ടുകാരാ, നിന്നോട് സ്നേഹത്തോടു കൂടെ പറയുകയാണ്, ഈ റമദാൻ കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടാതെ റമദാൻ കഴിഞ്ഞു പോയാൽ നാളെ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ എങ്ങനെ നിൽക്കുമെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. റമദാൻ ഈ ഉമ്മത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, നമുക്ക് വേണ്ടി അല്ലാഹു തആല തന്നത് നമ്മുടെ ജീവിതം സംശുദ്ധമാക്കാനാണ്, തഖ്വ അധിഷ്ഠിതമായ ജീവിതം നയിക്കാനാണ്. അപ്പോഴും റമദാൻ മാസം വന്നിട്ട് പിശാചുക്കളെയൊക്കെ ചങ്ങലിൽ ബന്ധിപ്പിച്ചിട്ട് സ്വർഗത്തിന്റെ കവാടങ്ങളൊക്കെ തുറന്നിട്ട് നരക കവാടങ്ങൾ അടക്കപ്പെട്ട ഒരു പരിശുദ്ധമായ ഈ മാസം വന്നിട്ട് എങ്ങനെയെങ്കിലൊക്കെ നരകത്തിന്റെ കവാടം തുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണോ നമ്മുടെ ഭാഗത്തു നിന്ന് വന്നു പോകുന്നത് എന്ന് ഗൗരവത്തോടു കൂടെ ചിന്തിക്കണം. ഒട്ടനവധി അല്ലാഹു തആല അവന്റെ പ്രതിഫലങ്ങൾ വാരിക്കോരി നൽകുന്ന ഒരു മാസമാണ്. ഇനി ഒരു 10 ദിവസമുണ്ട്. ഈ 10 ദിവസത്തിന്റെ ഇടയിൽ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന പരിശുദ്ധമായ ഒരു രാത്രി വരാനുണ്ട്. അല്ലാഹു തആല അതൊക്കെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി അങ്ങോട്ട് നമ്മൾ ഇതുവരെ കഴിഞ്ഞു പോയത് കഴിഞ്ഞു, ഇനി തിരിച്ചെടുക്കാൻ നമുക്ക് കഴിയില്ല. കഴിഞ്ഞത് കഴിഞ്ഞു, തിരിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ കഴിഞ്ഞതിനു കൂടി പ്രായശ്ചിത്തം ചെയ്യുന്ന രീതിയിൽ ഇനിയുള്ള ദിവസം അള്ളാഹുവിലേക്ക് അടുക്കണം. എന്നാൽ അല്ലാഹു തആല വലിയ ഓഫർ നൽകിയിട്ടുണ്ട്. ചെയ്യും നന്മക്കെഴുപതിനായിരം കൂലി റബ്ബ് നമുക്കേകും. നമ്മുടെ ആത്മാവ്, നമ്മുടെ ശരീരಕ್ಕೆ അള്ളാഹുവിലേക്കട്ടെ. മെയ്യും മനസ്സും ആത്മീയതയുടെ കയ്യിലെ തസ്ബീഹ് നൂലാകും. മെയ്യും മനസ്സും ആത്മീയതയുടെ കയ്യിലെ തസ്ബീഹ് നൂലാകും. ചെയ്യും നന്മക്കെഴുപതിനായിരം കൂലി റബ്ബ് നമുക്കേകും. ചെയ്യും നന്മക്കെഴുപതിനായിരം കൂലി റബ്ബ് നമുക്കേകും. അല്ലാഹു പ്രതിഫലം നമുക്ക് തരട്ടെ. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒട്ടനവധി ന്യൂസ് ചാനലുകളുണ്ട്. അതിന്റെ പിന്നാലെ പോയി അവരുടെ വാതോരാതെയുള്ള സംസാരം കേട്ടിട്ട് ഇറാൻ അങ്ങനെ ചെയ്തു, ഇറാൻ ഇങ്ങനെ ചെയ്തു, ഇസ്രായേൽ അങ്ങനെ ചെയ്തു, അമേരിക്ക ഇവിടെ ബോംബിട്ട അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ പിന്നാലെ പോയി നമ്മുടെ സമയം കഴിയുമ്പോൾ അതൊക്കെ നടക്കേണ്ടത് പോലെ നടക്കും. നമുക്ക് പ്രാർത്ഥിക്കാം, ലോകത്ത് സമാധാനം വരട്ടെ. സമാധാനത്തിലുള്ള ജീവിതം ലോകത്തിലെ എല്ലാ മതവിഭാഗങ്ങൾക്കും എല്ലാ ജനങ്ങൾക്കും സാധ്യമാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പറയാം, ആത്മാർത്ഥമായി ദുആ ചെയ്യാം. ജഗദീശ്വരനായ തമ്പുരാൻ സ്വീകരിക്കട്ടെ. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഇനിയുള്ള പരിശുദ്ധ റമദാനിന്റെ 10 സുന്ദര ദിനരാത്രങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.